പ്രമുഖ നേതാവാണ് അദ്ദേഹം. മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ജനാധിപത്യം ഉൾപ്പെടെയുള്ള നിലപാടുകളോട് പലപ്പോഴും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം സന്ദർഭങ്ങളിലും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരാളാണ്. ആ പ്രതികരണത്തെ പൂർണ്ണമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. അംഗീകരിക്കാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കും. അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളത്. ഈ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സ്കൂൾ തുടങ്ങാൻ, വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ SNDPക്ക് പ്രയാസം നേരിട്ടു, സർക്കാർ അനുമതി കിട്ടിയില്ല എന്നുണ്ട്. CPMന്റെ അറിവിൽ അങ്ങനെ ഒരു പ്രശ്നം SNDPക്ക് നേരിട്ടിട്ടുണ്ടോ? അല്ലേ, SNDPക്ക് നേരിട്ട പ്രശ്നവും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ഞങ്ങളിപ്പോൾ അതിൽ പാർട്ടി നിലയിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. അത് ഗവൺമെന്റ് എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് SNDP ആയാലും മറ്റാരായാലും സ്കൂൾ തുടങ്ങുന്നതിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കണം. പരിഹരിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കാവുണ്ട്. അതിൽ ഞങ്ങൾക്ക് അതൊക്കെയുള്ളൂ. അതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അങ്ങനെയൊന്നും തോന്നുന്നില്ല. വെറുതെ ആവശ്യമില്ലാതെ ഇതാരാണ് അനാവശ്യമായ ചോദ്യം ചോദിക്കുക. ചോദ്യം ചോദിക്കാൻ ഇല്ലെങ്കിൽ ചോദിക്കാതിരിക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞു. നിങ്ങൾ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന ഒരാളെ പിന്തുണയ്ക്കല്ല അയാൾക്കൊപ്പം നിൽക്കുന്നു. അയാൾക്കൊപ്പം നിൽക്കുന്നു ഇല്ല, ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കിയത് അത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഭൂഷ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടൊന്നും ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ആ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് അടുത്തോടെ ജനാധിപത്യമുന്നണിയുടെ CPIM എന്നും. ഞങ്ങളെല്ലാം തന്നെയാണ് അടുത്തത്. ആ മലപ്പുറത്തിനെതിരായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല. പറഞ്ഞാൽ ആരും അംഗീകരിക്കൂല. അത്ര തന്നെ. പിന്നെന്താ ഞങ്ങൾ അംഗീകരിക്കൂല. ആരും അംഗീകരിക്കണോ? അതാ കാര്യം. നിങ്ങൾ പറഞ്ഞ് അംഗീകരിപ്പിക്കണം എന്നുള്ള ചോദ്യം, അനാവശ്യമായ ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമില്ലാതെ. സീരിയസ് ആയ ചോദ്യം ചോദിക്കാൻ. മുസ്ലിം വിരുദ്ധ നിലപാട് തന്നെയാണ്. മുസ്ലിം വിരുദ്ധ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ല. മനസ്സിലായില്ലേ? മുസ്ലിം വിരുദ്ധ നിലപാട് ഞങ്ങളുടെ നിലപാടല്ല. വർഗീയതക്കെതിരായിട്ട് നിലപാട് ഞങ്ങൾ ഉറച്ച നിലപാടാണ്. അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വളരെ വ്യക്തമല്ലേ. പിന്നെ പറയുന്നവരുടെ നിലപാട് എന്തായിരിക്കും? ഞങ്ങളുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ്. നിങ്ങൾക്ക് അതാ പറയേണ്ടി പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാവോ? നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിലല്ലേ നോക്കാം. വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. അതിന്റെ അവസാനം നാളത്തെ നിങ്ങളുടെ MP ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി അത് പറയാൻ പറ്റില്ലേ? നിങ്ങൾക്കെല്ലാം പറഞ്ഞാൽ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ധാരണ വേണം. നിങ്ങളുടെ ധാരണ തികച്ചും വർഗീയമായ ധാരണയാണ്. നിങ്ങളുടെ ധാരണയാണ് വർഗീയ ധാരണ. ശബരിമല വിഷയത്തിനകത്ത് നിരന്തരമായി പോയിട്ടുള്ളൊരു ചോദ്യം ഈ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയും എത്തിയെന്നുള്ളതാണ്. അതെ, ഈ പത്രക്കാർക്കൊക്കെ ഒന്നും ഇപ്പൊ ആ ചോദ്യമില്ല. എന്താ കാരണം അറിയാം? മറ്റ് കണ്ട ആദ്യം ചോദിക്കുന്ന സ്വർണ്ണപ്പാളി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ മിണ്ടുന്നില്ല. പത്രക്കാർക്ക് മിണ്ടാട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കും മിണ്ടാട്ടുമില്ല. ചോദിച്ചില്ല നിങ്ങൾ ഇതുവരെ. നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ തന്നെ താല്പര്യമില്ല. എന്താ താല്പര്യമില്ല എന്നറിയോ? താല്പര്യമില്ലാതിരിക്കുന്നതിന്റെ അടിസ്ഥാനം എനിക്കറിയാം. വർഗപരമാണത്. അതെന്താണ്? നിങ്ങൾ ഇതേവരെ സംരക്ഷിക്കാൻ നടന്ന ആളുകളെല്ലാം ഇതിന്റെ തന്നെ ഭാഗമായിട്ട് എന്ന് വന്നപ്പോൾ നിങ്ങൾ മക്കം മറിഞ്ഞിട്ട് ആ കാര്യം ഇനി അധികം മുന്നോട്ടേക്ക് പോകേണ്ടതില്ല തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിലിപ്പോ സോണിയാഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ആരാണെങ്കിലും അത് പുറത്തു വരുമല്ലോ. സെൻട്രൽ ഏജൻസി പോകണോ പോകണ്ടോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. അതിനടുത്ത നിലപാട് SIT അന്വേഷണം പോകണം, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. ആ നിലപാടാണ് പിന്നെ ഹൈക്കോടതി തന്നെ സ്വീകരിച്ചത്.